നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കള്ളക്കരച്ചിലൊന്നും വേണ്ടടി. എന്റെ മോളെ കാണാതായതിന് പിന്നില് നീയാണെന്ന് അറിഞ്ഞാൽ ഇവിടെ ഇട്ട് നിന്നെ ഞാൻ തീർത്തു കളയും. പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾ എന്നെ സംശയിക്കല്ലേ. ഞാൻ നിരപരാധിയാ. ദൈവത്തിനാണ് സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളുടെ ശവം പോലും ഇവർക്ക് കൊടുക്കില്ല. അത് വൈശാഖ മാമലക്കാവ് കൊക്കയിൽ താഴ്ത്തും. മീനാക്ഷി മോളെ, ഈ കുട്ടി ഇത് എവിടെ പോയി? എന്തായി? മോനെ കാർത്തി, മീനാക്ഷി ആ മുറിയിൽ ഇല്ല. അയ്യോ ദൈവമേ, എന്റെ കുട്ടി ഇവിടെ എവിടെ പോയതാ ഈ സമയത്ത്? മീനാക്ഷി, മീനാക്ഷി, ദൈവമേ, എന്റെ കുഞ്ഞ് എവിടേക്കാ പോയത്? അവൾക്ക് ആപത്ത് വല്ലതും പറ്റിയോ? മോനെ കാർത്തി, ഗസ്റ്റ് ഹൗസിലും പരിസരത്തും നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ദൈവമേ, ദൈവമേ, എന്നെ സംശയത്തോടെ ഇങ്ങനെ നോക്കരുത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മീനാക്ഷിക്ക് എന്തെങ്കിലും പറ്റിയ അതിന് കാരണക്കാരായ ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. സർ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ റിസോർട്ടിന്റെ പരിസരത്തെല്ലാം പോയി നോക്കാം. വരൂ. മോനെ, ഞാൻ കൂടെ വരാം. വല്യമാവൻ ഇവരുടെ കൂടെ വേണം. ഇവരോടൊപ്പം മുറി ചെന്നിരിക്ക. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദൈവമേ. ചെല്ല മോനെ കാർത്തി, എന്റെ കുഞ്ഞ്. ചേട്ടാ, ടെൻഷൻ അടിക്കണ്ട, ഒരു കുഴപ്പം വരില്ല. ആ നോക്കാൻ പോയിരിക്കല്ലേ. ഈശ്വരാ, ഈ കുട്ടി ഇതെവിടെ പോയി? ഈശ്വരാ, സർ, പോലീസിനാണോ വിളിക്കുന്നത്? വേണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. ശരി. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഒരു പുലിയായിരുന്നു. എല്ലാവരെയും വിറപ്പിക്കുന്ന പെൺപുലി. ഇനി ഇവളുടെ ജീവൻ ഒരല്പനേരം മാത്രം. കൊല്ലും, ഞാൻ ഇവളെ കൊല്ലും. എന്നെയും എന്റെ മൈഥിലിയും നീയുണ്ടല്ലോ, ചെറുതായിട്ടൊന്നും അല്ല വിറപ്പിച്ചത്. അതിനൊക്കെ ഇവിടെ ഇട്ട് ഇഞ്ചിഞ്ചായിട്ട് പകരം വീട്ടിട്ടെ ഞാൻ നിന്റെ ജീവനും എടുക്കൂ. കാർത്തിക് ഇനി ഇവളെ കാണില്ല. ഇങ്ങോട്ട് നോക്കാം. വാ മീനാക്ഷി, മീനാക്ഷി. ദൈവമേ, അവനെ മുറിക്കാത്തെങ്ങനെ കയറുവോ? ഇതെന്താ ഈ മുറി പൂട്ടിക്കിടക്കാണല്ലോ? ഇത് ജനറേറ്റർ റൂമാണ് സർ. ആവശ്യത്തിന് മാത്രമേ തുറക്കൂ. ആശ്വാസം. മൈഥിലി കൊണ്ട് പുറത്തുനിന്ന് പിടിച്ചത് നന്നായി. ഇവിടെ ഒന്നും ഇല്ല സർ. നമുക്ക് അപ്പുറ സൈഡ് പോയി നോക്കാം. ശരി, നടക്കാം.
ആപത്തും വരുത്തല്ലേ ഈശ്വര. ചേട്ടാ, കാര്യം ഞങ്ങള് തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മീനാക്ഷിക്കൊന്നും പറ്റല്ലേ ദൈവമേ. കള്ളക്കരച്ചിലൊന്നും വേണ്ടടി. എന്റെ മോളെ കാണാതായതിന് പിന്നില് നീയാണെന്ന് അറിഞ്ഞാൽ ഇവിടെ ഇട്ട് നിന്നെ ഞാൻ തീർത്തു കളയും. പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾ എന്നെ സംശയിക്കല്ലേ. ഞാൻ നിരപരാധിയാ. ദൈവത്തിനാണ് സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളുടെ ശവം പോലും ഇവർക്ക് കൊടുക്കില്ല. അത് വൈശാഖ മാമലക്കാവ് കൊക്കയിൽ താഴ്ത്തും. സർ, എപ്പം മുതലാ സർ മിസ്സിസിനെ കാണാതായത്? താനിങ് പാടോ. അവളുടെ ഒരു മുടിനാര് പോലും കിട്ടില്ല. ഒരു മെസ്സേജ് അയച്ചേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.